ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോ ദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവിക നന്ദുവിൻ്റെ ജീവിതത്തിൽ ഇനി വിലങ്ങുതടിയാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നന്ദുവും ഒരുമിച്ചുള്ള ജീവിതം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുകയാണ്, നമ്മൾ പിരിയുന്നു എന്ന തൻ്റെ തീരുമാനം നന്ദനും സിദ്ധുവും പ്രഭയുടെയൊക്കെ മുന്നിൽ വെച്ച് തന്നെ ദേവിക തുറന്ന് പറയുന്നുണ്ട്. ദേവികയുടെ തീരുമാനം നന്ദനും പ്രഭയ്ക്കും സിദ്ധുവിനൊക്കെ വലിയ ഷോക്കാവുന്നുണ്ട്. ശേഷം സിദ്ധു അവളോടൊന്ന് സംസാരിക്കുക. സിദ്ധു പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കേൾക്കും എന്നെല്ലാം പ്രഭ പറയുമ്പോൾ ഞാൻ എന്താ അവളോട് സംസാരിക്കേണ്ടത്? ഭൂമിയോളം ക്ഷമ കാണിച്ച് താണു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ദേവിക. സ്വന്തം ഭർത്താവിനെയാണ് മറ്റൊരു പെൺകുട്ടിയോടൊപ്പം രാത്രി ഒരുമിച്ച് കഴിച്ചുകൂട്ടി. അത് അവൾ നേരിട്ട് കണ്ട് കൈയോടെ പിടിച്ചു. അങ്ങനെയുള്ളപ്പോൾ ദേവികയുടെ തീരുമാനം തന്നെയാണ് ശരിയെന്ന് സിദ്ധു പറയുന്നുണ്ട്. തനിക്ക് പറ്റുമെങ്കിൽ താൻ ചെന്ന് സംസാരിക്കുക എന്ന് സിദ്ധു പറയുമ്പോൾ ഋഷിയുടെ കേസ് ഇതിനിടയിൽ പൊങ്ങിയവനും അതുകൊണ്ട് തന്നെ അതിന് മുതിരുന്നില്ല പ്രഭാവതി. ദേവിയേക്കാണെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതിൽ വലിയ വിഷമമുണ്ട്. പക്ഷേ ഇനിയും ചതിക്കപ്പെടാനായിട്ട് ഞാൻ നിന്നു കൊടുക്കില്ല. എന്നെ വേണ്ടാത്തവരുടെ ജീവിതത്തിൽ വലിഞ്ഞു കയറി സ്വയം വഞ്ചിത ആവാനായിട്ട് നിൽക്കില്ല എന്നുള്ള ഒരു തീരുമാനം അവൾ വീണ്ടും മനസ്സുകൊണ്ട് എടുക്കുന്നു. അങ്ങനെ മുരളിയെ വിളിച്ചിട്ട് അവിടുത്തെ ജീവിതം, ചന്ദ്രവത്തെ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നും തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാനും പറയുന്നുണ്ട്. ശേഷം അവസാന യാത്ര പറച്ചിലിനായിട്ട് എല്ലാം പാക്ക് ചെയ്തിട്ട് ദേവിക താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ചന്ദ്രിക തകർന്നു പോവുകയാണ് സിദ്ധുവിൻ്റെയും പ്രഭയുടെയും നന്ദൻ്റെയൊക്കെ. എന്നത്തെയും പോലെ മോളോട് പോയിട്ട് വരൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥൻ വളരെയധികം ഇമോഷണൽ ആകുന്നുണ്ട്. തുടർന്ന് പ്രഭയോട് ദേവി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മ എന്നെ ശപിക്കുകയാണോ എന്ന് അറിയില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായിരിക്കും ശരിയെന്ന് അമ്മയ്ക്ക് തന്നെ മനസ്സിലാകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവിക. തുടർന്ന് നന്ദനോടായിട്ട് വീണ്ടും ദേവിക പറയുന്നുണ്ട്, വിവാഹബന്ധം നിയമപരമായിട്ട് വേർപെടുത്താനുള്ള ഒരു നോട്ടീസ്, ഡിവോഴ്സ് നോട്ടീസ് ഉടനെ തന്നെ നന്ദുവിന് കിട്ടും. നന്ദുവിൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി ഉണ്ടാവില്ല എന്നും ദേവിക പറയുന്നുണ്ട്. ഈ സമയത്ത് നന്ദൻ അല്ലെങ്കിൽ പ്രഭാവതി എല്ലാ സത്യങ്ങളും ദേവികയോട് തുറന്നു പറയും എന്നാണ് നമ്മളെല്ലാവരും കരുതിയത്. പക്ഷേ എപ്പോഴത്തെയും പോലെ നന്ദൻ അതേ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്, മൗനം പാലിച്ചാണ് നിൽക്കുന്നത്. ദേവിക തൻ്റെ ജീവിതത്തിൽ നിന്നും പോകുന്നത് നന്ദന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നന്ദനത് വലിയ ഷോക്ക് തന്നെ ആവുന്നുണ്ട്. ഇങ്ങനെ ഒരു തിരിച്ചടി ദേവികയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് നന്ദൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. ഇത്രയും കാലം നന്ദന് ഒരു ധൈര്യം ഉണ്ടായിരുന്നു, ദേവി ഒരിക്കലും തന്നെ വിട്ടു പോകില്ല എന്ന്. പക്ഷേ ആ ദേവി തന്നെ വിട്ടു പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അത് നന്ദന് ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ദേവി യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് മോളെ എന്ന് പ്രഭാവതി വിളിക്കുന്നുണ്ട്. അവസാനത്തെ ഒരു ശ്രമം എന്നോണം കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ കൊണ്ടെത്തിച്ചതിൽ പ്രഭാവതിക്കും വലിയൊരു പങ്കുണ്ട്. പക്ഷേ ഇനിയൊരു തിരിച്ചുപോക്കില്ല, തന്നെ ആർക്കും തടയാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ദേവി നേരെ കാറിൽ കയറിയിരിക്കുന്നു. നന്ദനാണെങ്കിൽ മുകളിൽ നിന്നും ദേവിക പോകുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ശേഷം മുരളിയാണെങ്കിലും എന്താ ദേവിക പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ, ഞാൻ വേണമെങ്കിൽ നന്ദനോട് സംസാരിക്കാം എന്നെല്ലാം പറയുമ്പോൾ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയി. ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ് മുരളിയേട്ടാ, ഇനി കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് ചോദിക്കേണ്ട എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ദേവിക മുരളിയോട്. ശേഷം സിദ്ധു ദേവികയെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരണം, സമാധാനമായിട്ട് സിദ്ധു പോയെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ദേവിക തിരികെ വരും എന്നെല്ലാം പ്രഭാവതി പറയുന്നുണ്ടെങ്കിലും സ്വന്തം ഭർത്താവിനാൽ വഞ്ചിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ദേവിക. അവളോട് ഇനി ആരെന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല. ഇത് അവളുടെ മാത്രം തീരുമാനമാണ്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് താൻ ചിന്തിച്ചു നോക്കുക, അപ്പോൾ തനിക്ക് ദേവികയുടെ ഭാഗത്താണ് ശരിയെന്ന് മനസ്സിലാകുമെന്ന് സിദ്ധു പറയുന്നുണ്ട് കേട്ടോ പ്രഭയോട്. നന്ദനാണെങ്കിൽ അവരുടെ ഒരു സംസാരമൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ശേഷം ഇനി എന്ത് ചെയ്യും മോനെ, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും നിനക്ക് ബലമായിട്ട് എന്നും നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദേവിക അവളാണ് ഇപ്പോൾ നിന്നെ ഉപേക്ഷിച്ച് പോയത്. എന്തെങ്കിലും ഒരു തീരുമാനം നീ എടുത്തേ പറ്റൂ നന്ദ എന്ന് പ്രഭ പറയുന്നുണ്ട് കേട്ടോ നന്ദനോട്. ശേഷം ദേവിക മിനിസ്റ്ററെ കാണാനായിട്ട് ചെല്ലുന്നു. 5 ദിവസത്തിനകം ഫയൽ സാറിൻ്റെ മേശപ്പുറത്ത് ഉണ്ടായിരിക്കണമെന്നല്ലേ പറഞ്ഞിരുന്നത്? ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു. സാറ് പറഞ്ഞതുപോലെ പാർപ്പിട പദ്ധതിയുടെ ഫയൽ 5 ദിവസത്തിനകം ഞാൻ സാറിനെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നെ സാറ് മുൻപ് പേടിപ്പെടുത്തി, അച്ഛനെ അവഹേളിച്ചു, അച്ഛനെ അപമാനിച്ചു, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഞങ്ങളെ മാനസിക സമ്മർദ്ദത്തിലാക്കി. അതെല്ലാം സാറിന് തിരിച്ചെടുക്കുമോ എന്നുള്ള ദേവികയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ മന്ത്രിക്ക് ശരിക്കും ഉത്തരം പൊട്ടി പോകുന്നുണ്ട്. തുടർന്ന് മതി നിർത്ത്, ഒരു മന്ത്രിയോടാണ് സംസാരിക്കുന്നതെന്ന് ദേവിക്ക് ഓർമ്മ വരവേണമെന്നെല്ലാം മന്ത്രി പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും സാർ? സാറ് മന്ത്രിയാണെങ്കിൽ ഞാൻ ഭരണപക്ഷത്തിൻ്റെ MLA ആണ്. എന്നെ വിമർശിക്കാനും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കാനും സാറിന് അവകാശമുണ്ട്. പക്ഷേ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ പരസ്യമായിട്ട് ആക്ഷേപിക്കാൻ
ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ക്ഷമിച്ചു തരാൻ കഴിയില്ല. ഒരു വനിതാ MLA ആയ എന്നോട് മോശമായിട്ട് സാറ് പെരുമാറി എന്ന് കാണിച്ച് ഞാനൊരു പരാതി കൊടുത്താൽ സാറിന് ഈ മന്ത്രി കസേര രാജിവെച്ച് ഒഴിയേണ്ടി വരും. അത് മറക്കണ്ട എന്ന് മന്ത്രിക്ക് നല്ല ചുട്ട മറുപടി തന്നെ ദേവിക കൊടുക്കുന്നുണ്ട്. പിന്നീട് മുരളിയിൽ നിന്നും ഭാർഗവിയും ഗൗരിയൊക്കെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. നന്ദൻ ദേവികയെ വഞ്ചിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ദേവികയുടെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം. അവളിതെങ്ങനെ സഹിക്കൂ എന്ന് ഗൗരി പറയുമ്പോൾ പ്രഭക്കുഞ്ഞ് ഇതെങ്ങനെ താങ്ങും, പ്രഭക്കുഞ്ഞ് ആകെ സങ്കടമായിട്ടുണ്ടാവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാർഗവി വിഷമിക്കുമ്പോൾ അതുകൊണ്ട് ദേഷ്യം വരികയാണ് ഗൗരിക്ക്. അമ്മയുടെ ഒരു പ്രഭക്കുഞ്ഞ് നന്ദനെ മാത്രം വിശ്വസിച്ച് ഇറങ്ങി വന്ന ഒരു പെൺകുട്ടിയാണ് ദേവിക. അവളിതെങ്ങനെ സഹിക്കും? നന്ദൻ അവളോട് വലിയ വിശ്വാസ വഞ്ചന തന്നെയല്ലേ കാണിച്ചിരിക്കുന്നത്. അവളുടെ സ്ഥാനത്ത് ആരായാലും എങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ. അതുകൊണ്ട് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ദേവികയുടെ കൂടെ നിൽക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ഗൗരി. ഇനി മംഗലശ്ശേരിയിലേക്ക് ദേവിക തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ദേവികയുടെ തീരുമാനത്തെ ശാരിക അഭിനന്ദിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല ദേവികയോടൊപ്പം ഇനി ശാരികയുണ്ടാവും. അതോടുകൂടി തന്നെ എല്ലാ സത്യങ്ങളും ചുരുളഴിയാൻ പോകുന്ന കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് കാത്തിരിക്കാം സുഖമോദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്